സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ അന്ന് തന്നെ ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കി. പോലീസായാലും MVD ആയാലും ചോദിച്ചാൽ ഫോണിലെ ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചു കൊടുത്താൽ മതിയാകും. പ്രിന്റഡ് ലൈസൻസിനായി നിർബന്ധിക്കരുത് എന്ന് ഇന്ത്യയുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ത്യയിൽ ഡിജിറ്റൽ ലൈസൻസ് ഏർപ്പെടുത്തുന്ന മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം. ഡിജിറ്റൽ ലൈസൻസിന് 200 രൂപ സർവീസ് ചാർജ് ഏർപ്പെടുത്തി എന്ന വ്യാജ പ്രചരണം അടുത്ത കാലത്തുണ്ടായി. അങ്ങനെ ഒരു ദ്രോഹം സർക്കാർ ചെയ്യില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രിന്റഡ് ലൈസൻസ് വേണ്ടവരാണ് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ അയക്കേണ്ടത്. അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നും വേണമെങ്കിൽ ലൈസൻസ് സ്വയം പ്രിൻ്റെടുത്ത് സൂക്ഷിക്കാമെന്നും മന്ത്രി വിശദീകരിച്ചു. QR കോഡ് വ്യക്തമായിരിക്കണമെന്നേ ഉള്ളൂ. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ടും ലൈസൻസ് കിട്ടാൻ വൈകുന്നു എന്ന പരാതി പലതവണ കേട്ടെന്നും അതുകൊണ്ടാണ് ലൈസൻസ് ഡിജിറ്റലാക്കിയതെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. അടുത്ത ഘട്ടമായി RC ബുക്കും ഡിജിറ്റലാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പരിവാഹൻ സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന വീഡിയോയും മന്ത്രി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു.